ഹലോ കൂട്ടുകാരെ, എന്താണ് കിഡ്നി സ്റ്റോൺ? നമ്മുടെ വൃക്കയിൽ ധാതുക്കളും ലവണങ്ങളും അടിഞ്ഞുകൂടി കല്ലുപോലുള്ളൊരു ഘടന രൂപപ്പെടുന്നതാണ് കിഡ്നി സ്റ്റോൺ. എന്തുകൊണ്ടാണ് കിഡ്നി സ്റ്റോൺ വരുന്നത്? ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുകയും അമിതമായി ഉപ്പിൻ്റെ ഉപയോഗവും പാരമ്പര്യം മൂലവും അമിതവണ്ണം മൂലവും ചില മരുന്നുകളുടെ സൈഡ് എഫക്റ്റ് കാരണവും ചില മെറ്റബോളിക് രോഗങ്ങൾ കാരണവും കിഡ്നി സ്റ്റോൺ ഉണ്ടാകുന്നു. എന്തൊക്കെ ലക്ഷണങ്ങളാണ് കിഡ്നി സ്റ്റോൺ വരുമ്പോൾ ഉണ്ടാവുക? പുറകിലോ അരക്കെട്ടിലോ ശക്തമായ വേദന വയറിലേക്കോ താഴേക്കോ പടരുക, മൂത്രത്തിൽ രക്തം കാണുക, മൂത്രത്തിൻ്റെ നിറത്തിലെ വ്യത്യാസം, മൂത്രമൊഴിക്കുമ്പോഴുള്ള വേദന, ഓക്കാനം, ഛർദി, ചിലപ്പോഴൊക്കെ പനി, ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാനുള്ള തോന്നലുകൾ, ഇവയെല്ലാം കണ്ടാൽ ഉടനടി വൃക്കരോഗമാണെന്ന് വിചാരിച്ച് പേടിക്കരുതേ. വേണ്ട ടെസ്റ്റുകളെല്ലാം ചെയ്യണം. നമുക്ക് വൃക്ക സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നറിയാൻ യൂറിൻ ടെസ്റ്റ്, ബ്ലഡ് ടെസ്റ്റ്, അൾട്രാസൗണ്ട്, CT സ്കാൻ എന്നിവയെല്ലാം ചെയ്യാം. CT സ്കാൻ ചെയ്യുന്നത് വഴി കല്ലിൻ്റെ വലിപ്പവും സ്ഥാനവും കൃത്യമായി മനസ്സിലാക്കാൻ സഹായിക്കുന്നു. കല്ലുകൾ വന്നാൽ എന്താണ് ചെയ്യുക? പേടിച്ചിരിക്കുകയാണോ വേണ്ടത്? അതിന് ശരിയായ ട്രീറ്റ്മെൻറ്റുകളുണ്ട്. എന്താണ് ചികിത്സ? ചെറിയ കല്ലുകളാണെങ്കിൽ, അതായത് 5 mm താഴെയുള്ള കല്ലുകളാണെങ്കിൽ ധാരാളം വെള്ളം കുടിക്കുക. വേദന കുറയ്ക്കാനുള്ള മരുന്നുകൾ തരും, അത് ശരിയായ രീതിയിൽ കഴിക്കുക. കല്ല് അലിയിച്ചു കളയാനും കല്ല് പുറത്തു പോകാനുള്ള മരുന്നുകളും നൽകും. അത് കഴിക്കുന്നത് വഴി മൂത്രത്തിലൂടെ കല്ലുകൾ പുറത്തേക്ക് പോകും. ഇനി വലിയ കല്ലുകളാണെങ്കിലോ എന്താണ് ചെയ്യുക? ശരീരത്തിൻ്റെ പുറത്തു നിന്ന് ഷോക്ക് വേവ് കൊടുത്ത് കല്ലുകൾ പൊടിച്ചു കളയുന്നു. യൂറട്രോസ്കോപ്പി, ചെറിയൊരു ക്യാമറ ഉപയോഗിച്ച് കല്ല് കണ്ടെത്തി നീക്കം ചെയ്യുന്നു. ഇനി വളരെ വലിപ്പം കൂടിയ കല്ലുകളാണെങ്കിലോ സർജറി വഴി നീക്കം ചെയ്യുന്നു. PCNL. കിഡ്നി സ്റ്റോൺ ഉള്ളവർക്ക് മൂത്രത്തിൽ എന്തുകൊണ്ടാണ് രക്തം കാണുന്നത്? ചില കിഡ്നി സ്റ്റോൺ ഉള്ള ആളുകൾ പറയുന്നത് കേൾക്കാം, മൂത്രമൊഴിക്കുമ്പോൾ ബ്ലഡ് വരുന്നു. അതെന്തുകൊണ്ടാണെന്ന്. എന്തുകൊണ്ടാണ്? കല്ല് മൂത്രനാളത്തിലൂടെ നീങ്ങുമ്പോൾ അവിടെയുള്ള ഭിത്തിയിൽ തട്ടുകയും പോറൽ പോലെ ഉണ്ടാവുകയും ചെയ്യുന്നു. ആ ഭാഗത്ത് ചെറിയ മുറിവുകൾ ഉണ്ടായി രക്തസ്രാവം ഉണ്ടാകും. അത് മൂത്രവുമായി ചേർന്ന് പുറത്തേക്ക് വരുമ്പോൾ മൂത്രത്തിന് ചുവന്ന അല്ലെങ്കിൽ പിങ്ക് നിറം കാണും. ഇങ്ങനെ കാണുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? പേടിച്ച് വീട്ടിലിരിക്കുകയാണോ ചെയ്യേണ്ടത്? എന്താണ് ചെയ്യേണ്ടത്? ധാരാളം വെള്ളം കുടിക്കുക. സ്വയം ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ വേഗം തന്നെ ആശുപത്രിയിലേക്ക് പോകുക. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നാൽ ഞാൻ ആരെയാണ് കാണിക്കേണ്ടത്? കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് യൂറോളജിസ്റ്റിനെയാണ് കാണിക്കേണ്ടത്. നാരങ്ങ, ഓറഞ്ച് തുടങ്ങിയ സിട്രസ് പഴങ്ങൾ കല്ലുകൾ രൂപപ്പെടുന്നത് തടയാൻ സഹായിക്കും. കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങളും പച്ചക്കറികളും ശീലമാക്കേണ്ടത് ആവശ്യമാണ്. ദിവസവും ധാരാളം വെള്ളം കുടിക്കുക. ഇത് കല്ലുകളെ സ്വാഭാവികമായി മൂത്രത്തിലൂടെ പുറന്തള്ളാൻ സഹായിക്കുന്നു. മരുന്നുകൾ കൊണ്ട് കല്ലുകൾ പുറത്തു കളയാൻ ശ്രമിക്കാറുണ്ട്. മരുന്നുകൾ മൂത്രനാളിയെ വികസിപ്പിച്ച് കല്ലുകളെ പുറന്തള്ളുവാൻ സഹായിക്കുന്നു. വൃക്കയിലെ കല്ലുകൾ പലതരത്തിലുണ്ട്. കാൽസ്യം കല്ലുകൾ ഏറ്റവും സാധാരണമായ വൃക്കയിലെ കല്ലുകളിൽ ഒന്നാണ്. സ്ട്രൂവേറ്റ്. മൂത്രനാളിയിലെ അണുബാധയുള്ള സ്ത്രീകളിലാണ് ഇത്തരത്തിലുള്ള കല്ലുകൾ കൂടുതലായി കാണപ്പെടുന്നത്. പ്രധാനമായും വൃക്കയിലെ അണുബാധ മൂലമാണ് ഇത് സംഭവിക്കുന്നത്. ഇത്തരത്തിലുള്ള കല്ലുകൾ വലുതായിരിക്കും. ഇത് മൂത്രാശയ തടസ്സത്തിന് കാരണമാകുന്നു. അതിനാൽ ഒരു അടിസ്ഥാന അണുബാധയെ ചികിത്സിക്കുന്നത് ഇത്തരത്തിലുള്ള കല്ലിൻ്റെ വികസനം തടയാൻ കഴിയും. യൂറിക് ആസിഡ്. ഇത്തരത്തിലുള്ള കിഡ്നി സ്റ്റോൺ സ്ത്രീകളെക്കാൾ പുരുഷന്മാരിലാണ് കൂടുതലായി കാണപ്പെടുന്നത്. സന്ധിവാതമുള്ളവരിലും കീമോതെറാപ്പി ചെയ്യുന്നവരിലും ഇത് സംഭവിക്കാം. മൂത്രം വളരെ അസിഡിറ്റി ഉള്ളപ്പോൾ ഇത്തരത്തിലുള്ള കല്ല് സാധാരണയായി വികസിക്കുന്നു. കല്ലിൻ്റെ വലിപ്പം, തരം, സ്ഥാനം എന്നിവ അനുസരിച്ചാണ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ പറഞ്ഞ പോലെ എല്ലാം കേൾക്കുമല്ലോ അല്ലേ? ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ബൈ.